രാവിലെ 10 മണിക്കാണ് സോണിയാഗാന്ധിയുടെ വസതിയിലാണ് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയെ നിർണ്ണയിക്കാനുള്ള പ്രധാനപ്പെട്ട സുപ്രധാനമായ യോഗം ചേരാൻ പോകുന്നത്. രാവിലെ 10 മണിക്ക് സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ചായിരിക്കും മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കുക. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, 10 മണിക്ക് ചർച്ച, അത് കഴിഞ്ഞ് ഇന്നൊരു പ്രഖ്യാപനം ഉണ്ടാകുമോ? ആര്യ, 10 മണിക്കല്ല, ജൻപത് 10 എന്ന് പറയുന്ന സോണിയാഗാന്ധിയുടെ വസതിയിൽ രാവിലെ 11 മണിക്കാണ് യോഗമുള്ളത്. 10:30 കൂടി നേതാക്കൾ കേരള ഹൗസിൽ നിന്ന് ഉൾപ്പെടെ ഇറങ്ങി തുടങ്ങും. എന്തായാലും 11 മണിക്ക് സോണിയാഗാന്ധിയുടെ വസതിയിൽ നടക്കുന്ന യോഗത്തിൽ നേരത്തെ ബാലഗോപാൽ റിപ്പോർട്ട് ചെയ്തതുപോലെ മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുക്കുന്നില്ല. അദ്ദേഹം ഇന്ന് വൈകിട്ടോട് കൂടിയേ ഡൽഹിയിൽ എത്തുകയുള്ളൂ. ആദ്യഘട്ടത്തിൽ നേതാക്കളെ ഒന്നിച്ചിരുത്തിയായിരിക്കും ചർച്ച നടത്തുക. അതിനുശേഷം ആവശ്യമെങ്കിൽ നേതാക്കളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുമെന്നാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഒന്നിച്ച എല്ലാ നേതാക്കളും, അതായത് ഇന്ന് ദേശീയ നേതൃത്വം വിളിപ്പിച്ചതനുസരിച്ച് ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ നേതാക്കളെയും രാഹുൽ ഗാന്ധി നേരിട്ട് കാണും. അത് ഒന്നിച്ചിരുത്തിയായിരിക്കും കാണുക. അതിനുശേഷം ഏതെങ്കിലും നേതാക്കൾക്ക് ഒറ്റയ്ക്ക് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ, രഹസ്യ സ്വഭാവമുള്ള അഭിപ്രായം പറയാനുണ്ടെങ്കിൽ മാത്രം അവർക്ക് മാത്രം ഒരു പ്രത്യേകമായി അവരെ കാണുന്നു എന്ന നിലപാടിലേക്കാണ്, എന്ന തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം കടന്നിട്ടുള്ളത്. എന്നാലും ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് 11 മണിക്ക് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആര്, അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് എങ്ങനെ തീരുമാനിക്കുന്നു എന്ന് അറിയുന്നതിനുള്ള നിർണായക യോഗം ഇന്ന് രാവിലെ 11 മണിക്ക് സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയായ ജൻപത് 10 വെച്ച് ചേരുമെന്നത് തന്നെയാണ് ആര്യ. ശരി, അപ്പോൾ ഇന്ന് നിർണായകമായ യോഗം നടക്കാൻ പോവുകയാണ്. സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ചാണ് ഈ യോഗം. കേരളത്തിൽ നിന്ന് വിളിപ്പിച്ച PCC അധ്യക്ഷൻ, മുൻ PCC അധ്യക്ഷന്മാരടക്കം എല്ലാവരോടുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്.